നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കെച്ചപ്പ് ഫയലിനകത്ത്, അതായത് നമ്മുടെ സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് പെയിൻറ്റ് ബക്കറ്റ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂളിനകത്തുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. നമ്മളുണ്ടാക്കുന്ന മോഡലിൽ ടെക്സ്ചർ അപ്ലൈ ചെയ്യാനും അതുപോലെ ആ മോഡലിനെ പെയിൻറ്റ് ചെയ്യാനും ആണ് നമ്മൾ ഈ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. മുൻ ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊരു വീട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ പെയിൻറ്റ് അടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് അതിൽ നമ്മൾ കളർ സെലക്ട് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. മിക്കപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയോ ബെർജർ പെയിൻറ്റ്സിൻ്റെയോ നിപ്പോൺ പെയിൻറ്റ്സിൻ്റെയോ സൈറ്റിൽ കയറിയിട്ട് അവരുടെ കളർ കാർഡ് നിന്ന് ആ കളറ് ഞാൻ ഇഷ്ടപ്പെടുന്ന കളർ സെലക്ട് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ള കാറ്റലോഗിൽ നിന്ന് ആ നമ്പർ എടുത്തിട്ട് ഗൂഗിളിൽ അടിച്ച് ആ കളർ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ക്രോപ്പ് ചെയ്ത് സ്കെച്ചപ്പിൽ കൊണ്ടുവന്ന് ആ കളറ് പിക്ക് ചെയ്ത് കളർ സെലക്ട് ചെയ്യാറുണ്ട്. പിക്ക് ചെയ്യുമ്പോൾ അറിയാലോ, ആ കളർ ഓട്ടോമാറ്റിക്കലായിട്ട് ഗൂഗിൾ സ്കെച്ചപ്പിൽ അത് കറക്റ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു കളറ് നമുക്കതിൽ കിട്ടണമെന്നില്ല. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ കളർ കിട്ടാൻ വേണ്ടി ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെ ഒരു പ്ലഗിങ്സ് ഇറക്കിയിട്ടുണ്ട്. ഈ മെറ്റീരിയൽ പ്ലഗിങ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെ നമുക്കത് സ്കെച്ചപ്പിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ബെർജർ പെയിൻറ്റ്സുകാരും അത് ഇറക്കിയിട്ടുണ്ട്. ഫോട്ടോഷോപ്പിന് വേണ്ടിയും അതുപോലെ തന്നെ 3D മാക്സിന് വേണ്ടി, റിവറ്റിന് വേണ്ടിയൊക്കെ അതിനകത്ത് പ്ലഗിങ്സുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്ലഗിങ്സ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഗൂഗിൾ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യം എന്തോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഏഷ്യൻ പെയിൻറ്റ് പ്ലഗിങ് ഫോർ സ്കെച്ചപ്പ് എന്നാണ് നമ്മൾ കീവേഡ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പേജ് ഓപ്പണായി വരും. ആ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഉള്ള പേജ്. ആ പേജല്ല, ഏഷ്യൻ പെയിൻറ്റിൻ്റെ പേജല്ല, ഏഷ്യൻ പെയിൻറ്റിനെ പറ്റിയുള്ള ഒരു ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ആയി വരിക. അതിനകത്ത് കുറേ ഇതുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് ഫ്രീ മോഡലിംഗ് പ്ലഗിങ്സ് കളർ പ്രോ ബൈ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ താഴെ കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് പ്ലഗിങ് ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഏഷ്യൻ പെയിൻറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിന്ദിയിലും ഒക്കെ ഉള്ള ക്ലാസ്സുകൾ ഇതാ താഴെ കിടപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കയറി നിങ്ങൾക്ക് നോക്കാം. അതുപോലെ താഴെയും ഇതുപോലെ കുറേ കൊടുത്തിട്ടുണ്ട്. അത് കിടന്നോട്ടെ. നമുക്ക് കയറേണ്ടത് ഈ പേജിലാണ്. ഞാൻ ഈ പേജ് ക്ലിക്ക് ചെയ്യുന്നു. പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ പേജ് ഓപ്പൺ ആവും. ഓപ്പണായി വരുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ സ്കെച്ചപ്പിൻ്റെ പ്ലഗിങ്സ് ഒരു സൈഡിൽ, ഫോട്ടോഷോപ്പിൻ്റെ ഉണ്ട്, റിവറ്റിൻ്റെ ഉണ്ട്, ഓട്ടോ ക്യാഡിൻ്റെ ഉണ്ട്, 3D മാക്സിൻ്റെ ഉണ്ട്. ഇവിടെ റിവറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, ഫോട്ടോഷോപ്പിനും കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. ബാക്കി ഈ സ്കെച്ചപ്പിനും ഓട്ടോ ക്യാഡിനും 3D മാക്സിനും ഇവരുടെ പ്ലഗിങ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഷെയ്ഡ് ഉണ്ട്, മെറ്റീരിയൽ ഫിനിഷേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഫാബ്രിക്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവത്തില്ല. സൈനപ്പ് ചോദിക്കും, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ചോദിക്കും, ലോഗിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സൈനപ്പ് ചെയ്യാൻ വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ എൻ്റർ മൊബൈൽ നമ്പർ കൊടുക്കുമ്പം ഗെറ്റ് OTP വരും. OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാൻ ഇനി അതിനെ ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇനി ബാക്കിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്തത് ബെർജർ പെയിൻറ്റ്സിൻ്റെ ഒന്ന് നോക്കാം. ബെർജർ പെയിൻറ്റ്സിൻ്റെ അകത്ത് ഈസി ടു യൂസ് ഓൺലൈൻ കളർ പിക്കർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ബെർജർ പെയിൻറ്റ്സിൻ്റെ ആരും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും ഇവിടെ കാണാനില്ല. മറ്റേ ഏഷ്യൻ പെയിൻറ്റ്സ് ഇഷ്ടംപോലെ ആൾക്കാർ സ്കെച്ചപ്പിന് വേണ്ടി അത് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസി ടു യൂസ് ഓൺലൈൻ എന്നുള്ള ഈ ബെർജർ പെയിൻറ്റ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ പേജ് ഓപ്പൺ ആവുകയും അതിന് താഴെയായിട്ട് ഓട്ടോ ക്യാഡ്, ഫോട്ടോഷോപ്പ്, ഗൂഗിൾ സ്കെച്ചപ്പ്, കോറൽ ഡ്രോ, ഇതിൽ 3D മാക്സിന് ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയും പേർക്കുള്ള പ്ലഗിങ്സുകൾ ഇവിടെ ഉണ്ട്. ഈ പ്ലഗിങ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലിപ്പോൾ
ഈ സിറ്റുവേഷൻ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സിറ്റുവേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ വരും. ഡൗൺലോഡ് ചെയ്യാം നമുക്ക്. ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹെൽപ്പ് മാനുവൽ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്കെച്ചപ്പ് ഫയൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. സ്കെച്ചപ്പ് ഫയലിൽ നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് എന്ന് പറയുന്ന ഈ ടൂളൊന്ന് എടുക്കാം. ഡിഫാൾട്ട് ട്രേ അപ്പം ഓപ്പണായി വന്നു. ഈ ഡിഫാൾട്ട് ട്രേക്കകത്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലാണ് നമുക്ക് കളറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ക്ലിക്ക് ചെയ്യാം. ഇൻ മോഡൽ ഇതിൽ വന്നിട്ട് കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും കളേഴ്സ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഇത്രയും കളേഴ്സ് കൊണ്ട് നമുക്കൊരു വീട് പെയിൻറ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇതിൽ ചിലതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ഇപ്പോൾ ഈ കളേഴ്സിനകത്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റിങ്ങിൽ പോയിട്ട് നമുക്കിത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പെയിൻറ് ചാർട്ട് കണ്ട് അതിൽ നിന്ന് എടുക്കുന്ന സാധനം ഇതിലോട്ട് കിട്ടുകയാണെങ്കിൽ അത് അത്രയും എളുപ്പമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നേരത്തെ എടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ട് ഇതിൻ്റെ അടുത്തൊരു ബട്ടൺ ഉണ്ട്, ഡീറ്റെയിൽ. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ഓർ ക്രിയേറ്റ് എ കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് കണ്ടില്ലേ? ഇവിടെ ഓപ്പൺ ഓർ ക്രിയേറ്റ് എ കളക്ഷൻ ഉണ്ട്. ആഡ് കളക്ഷൻസ് ടു ഫേവറേറ്റ് ഉണ്ട്. റിമൂവ് കളക്ഷൻ ഫ്രം ഫേവറേറ്റ്. അപ്പോൾ ഫേവറേറ്റിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ ഓർ ക്രിയേറ്റ് എ കളക്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയി വന്നു. സെലക്ട് എ കളക്ഷൻ ഫോൾഡർ ഓർ ക്രിയേറ്റ് എ ന്യൂ വൺ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വന്നു. ഈ ബോക്സിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ആപ്പ് ഡേറ്റ, റോമിംഗ്, സ്കെച്ചപ്പ് 2018, സ്കെച്ചപ്പ് മെറ്റീരിയൽ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു മെറ്റീരിയലും ഇല്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് എൻ്റെ മെറ്റീരിയൽ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രത്യേകിച്ച് നോക്കുക. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതിയോ വച്ചേക്കുക. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത്? കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഫയൽ, അത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡർ എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണം. ആ സമയത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ആപ്പ് ഡേറ്റ, റോമിംഗ്, സ്കെച്ചപ്പ് 2018, സ്കെച്ചപ്പ് മെറ്റീരിയൽ. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് നമുക്കൊന്ന് ബാക്കിലോട്ട് പോകാം. ഇത് എവിടെയാണ് കിടക്കുന്ന ഫോൾഡർ എവിടെയാണ് കിടക്കുന്നത് കണ്ടുപിടിക്കാൻ ബാക്കിലോട്ട് പോവാം. ജയൻ എന്ന് പറയുന്നത് എൻ്റെ മറ്റൊരു പേരാണ്. ബിജു എന്നാണെങ്കിലും എൻ്റെ മറ്റൊരു പേരാണ് ജയൻ. അപ്പോൾ എൻ്റെ ജയൻ എന്ന ഫോൾഡറിൽ ആണ് ഈ ആപ്പ് ഡേറ്റ കിടക്കുന്നത്. ഇനി ഈ ജയൻ എന്ന് പറയുന്ന ഫോൾഡർ എവിടെ കിടക്കുന്നു? അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കെച്ചപ്പിൻ്റെ എൻ്റെ പല വെർഷൻ ഇവിടെ കാണാം കേട്ടോ. ഞാൻ ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ നോക്കി വന്ന സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. ഒന്നും കൂടെ ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. ഇനിയും ഞാൻ ബാക്കിലേക്ക് പോകുന്നു. ഒന്നുകൂടെ ബാക്കിലേക്ക് പോകുന്നു. കണ്ടോ? ഡെസ്ക്ടോപ്പിൽ ജയൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ, അതെന്തോ സി ഡ്രൈവിനകത്ത് ജയൻ എന്ന് പറഞ്ഞ ഫോൾഡർ, അങ്ങനെ കണക്കാക്കിയാൽ മതി. സി ഡ്രൈവിനകത്ത് ജയൻ എന്ന് പറയുന്ന ഫോൾഡർ. ചിലപ്പോൾ യൂസർ എന്ന് പറഞ്ഞ ഫോൾഡർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളിൽ കിടക്കുന്ന പേരായിരിക്കും. ഞാൻ ആ പേരാക്കിയത് കൊണ്ട് അങ്ങനെ ആയതാവാം. യൂസർ എന്ന ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ആപ്പ് ഡേറ്റ, അതിനകത്ത് റോമിങ്ങിനകത്ത് സ്കെച്ചപ്പിനകത്ത് 2018 സ്കെച്ചപ്പിനകത്ത് മെറ്റീരിയൽസ്. അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ ഇനിയിപ്പോൾ അതവിടെ കിടന്നോട്ടെ. ഞാൻ ഇനി പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ, അതായത് നമ്മുടെ ഈ കളർ ഫോൾഡർ എവിടെയാണ് കിടക്കുന്നത് അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനം. നമ്മളല്ല, ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ AP ഫാബ്രിക് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സെലക്ട് ഫോൾഡർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് സമയം എടുക്കും അതൊന്ന് ഓപ്പണായിട്ട് വരാൻ. ഓപ്പണായി. ഇതിനകത്ത് കണ്ടോ ഫാബ്രിക് ഐറ്റംസ് കംപ്ലീറ്റ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാൾപേപ്പറായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ സെലക്ട് ചെയ്ത മുകളിൽ വരും. അല്ലാതെ നമ്മൾ ഇതൊന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഓരോന്നും ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. ഓക്കെ, സമ്മതിച്ചു. ചില സമയങ്ങളിൽ നമ്മൾ സ്കെച്ചപ്പ് ഫയൽ ഓഫ് ചെയ്ത് ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത് ഇവിടെ കാണത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന ഫയല് ഫോൾഡർ ഇവിടെ കാണത്തില്ല. ചിലപ്പോൾ ഇതിപ്പം ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് ചിലപ്പം കാണാം. കാരണം ഇതിപ്പം ഓപ്പൺ ആയി. കാരണം കുറേ ഫയലുകൾ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ആ ഫയൽ ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആഡ് കളക്ഷൻ ടു ഫേവറേറ്റ് എന്നുള്ള ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ അതവിടെ കിടക്കുമായിരിക്കാം. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, കിടക്കുമായിരിക്കാം. ചിലപ്പോൾ വേറെ ആരെങ്കിലും അത് റിമൂവ് കളക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളതെല്ലാം കൂടെ അങ്ങ് റിമൂവ് ആയി പോകും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതല്ല, കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫയലുകൾ, അതായത് സ്കെച്ചപ്പിലെ ഈ കിടക്കുന്ന ഫയലുകൾ എവിടെയാണോ കിടക്കുന്നത് അതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് സാമ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ചിലർ മെറ്റീരിയൽ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മെറ്റീരിയൽ എന്ന് എടുക്കുമ്പോൾ ഈ ഫയലുകളെല്ലാം അതിനകത്ത് കാണും. ഓൾറെഡി എൻ്റെ മെറ്റീരിയൽ എന്ന് എടുത്തപ്പോൾ ആ ഫയൽ അതിനകത്ത് ഇല്ല. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്കെച്ചപ്പിൻ്റെ ഇത്രയും ഫോൾഡർ, 2016, 2017 എന്നൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു 2018 ആ മെറ്റീരിയൽ ലിസ്റ്റിനകത്ത് അത് കാണാത്തത്. നിങ്ങൾ ചിലപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ ലിസ്റ്റിനകത്ത് ചിലപ്പോൾ ഇതൊക്കെ കിടക്കുന്നത് കാണാം. ഇതുപോലത്തെ ഈ കളർ, മെറ്റൽ, അതിൻ്റെയൊക്കെ ഒരു ഫോൾഡർ കിടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഞാൻ ഓഫീസിൽ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അതങ്ങനെ ആ ഫോൾഡർ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരിക. അതെങ്ങനെയെന്നാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കെച്ചപ്പ് ഫയൽ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ സ്കെച്ചപ്പ് ഫയൽ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഒന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നേരത്തെ ഒരു ഏഷ്യൻ പെയിൻറ്റ്സിന് തന്നെ ഒരു ഫാബ്രിക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ ഉണ്ടോ എന്ന്. ഇവിടെ അത് കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇവിടെ നഷ്ടമാകും. അപ്പോൾ അങ്ങനെ നഷ്ടമാവാതിരിക്കാനാണ് നമ്മൾ ഇനി അടുത്ത ഒരു ഓപ്ഷൻ നോക്കുന്നത്. ഇനിയിപ്പോൾ ആഡ് കളക്ഷൻ ടു ഫേവറേറ്റ് എന്നുള്ളതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഫയൽ ഒന്നും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തിട്ട് ഞാൻ വിൻഡോസ് 10 സി ഡ്രൈവ്, എൻ്റെ സാധാരണ സി ഡ്രൈവിനകത്താണ് എല്ലാവരും സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സി ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് സി ഡ്രൈവിനകത്ത് യൂസർ എന്നുള്ളത്, ഈ സി ഡ്രൈവിനകത്ത് യൂസറിനകത്താണ് കേട്ടോ ജെൻ എന്നുള്ള ഫോൾഡർ വരുന്നത്. അപ്പം യൂസറിനകത്ത് ഞാൻ ജെൻ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ആപ്പ് ഡേറ്റയ്ക്കകത്ത് റോമിങ്ങിനകത്ത് സ്കെച്ചപ്പിനകത്ത് സ്കെച്ചപ്പ് 2018, അതിനകത്ത് സ്കെച്ചപ്പിനകത്ത് മെറ്റീരിയൽസ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ മെറ്റീരിയൽസ് വരേണ്ടത്, ഇതിൽ എന്താണ് വരാത്തതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്തേക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആ ഫയൽ ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്തു. Ctrl+C അടിച്ചു, കട്ട് ചെയ്യുന്നില്ല, Ctrl+C കോപ്പി ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. മെറ്റീരിയൽസിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. കുറച്ച് സമയമെടുക്കും, ഇത്രയും വലിയ ഫയലല്ലേ, എല്ലാം കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വരണമല്ലോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കോപ്പി ആവട്ടെ. ഇനി അടുത്തത് ഞാൻ ബെർജർ പെയിൻറ്റ്സിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് Ctrl+C അടിച്ച്, അത് ഓൾറെഡി ഇതിനകത്ത് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇപ്പം Ctrl+C അടിച്ച് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്നുകൂടെ എഴുതാം. ബെർജർ പെയിൻറ്റ്സിൻ്റെ ഇത് സെലക്ട് ചെയ്യുന്നു, Ctrl+C അടിക്കുന്നു. എന്നിട്ട് മെറ്റീരിയൽസിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് Ctrl+V അടിക്കാം. അപ്പം അതും ഇതിനകത്ത് സേവ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. സ്കെച്ചപ്പ് ഫയൽ ഓപ്പണായി. അതിൽ നമുക്ക് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത സംഭവങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് അതിനകത്ത് ഇങ്ങനെ കാണിക്കും.
ഇത് എങ്ങും പോവില്ല, ഇവിടെ തന്നെ കിടക്കും. ഇതിൽ നമുക്ക് നമ്മുടെ ബെർജർ പെയിൻസിന്റെ അതൊന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടം പോലെ കളേഴ്സ് കണ്ടില്ലേ, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ആവശ്യമില്ല അധികം അവരുടെ ഷെയ്ഡിലുള്ള കളേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പെയിന്റ് വേണമെന്നുള്ളവർക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ട്യൂട്ടോറിയലുണ്ട്, അതുപോലെ തന്നെ ട്രാവലുണ്ട്, ഫുഡ് റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ ട്രാവൽ വ്യൂസ് ബൈ ബിജു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച ഈ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം പേജിനകത്ത് ട്രാവൽ വ്യൂസ് ബൈ ബിജു എന്ന ടെലഗ്രാം പേജിനകത്ത് പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫയലിനകത്ത് ഈ സംഭവങ്ങളെല്ലാം അതിനകത്ത് കാണും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.